കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഞങ്ങൾ ഒരു യാത്ര നടത്തിയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ സമയം രാവിലെ 10 മണിയായിരുന്നു. 2 മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് 4 മണിക്ക് തന്നെ ചേർത്തല സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു. ചേർത്തല സ്റ്റാൻഡിൽ ചെന്നതിന് ശേഷം തൃശ്ശൂരേക്ക് പോകുന്ന ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി 4 പേർക്ക് 231 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അത്താണി സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അവിടെ ഒരു ഹോട്ടലിൽ നിന്നും ചായ കുടിയെല്ലാം കഴിഞ്ഞ് അത്താണി സ്റ്റോപ്പിൽ നിന്നും ഒരു കാർ പിടിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നതിന് ശേഷം DG ആപ്പ് ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് സ്പേസ് സ്കാനിങ് കഴിഞ്ഞ് നേരെ എൻട്രി കവാടം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ചെക്ക് ഇൻ കൗണ്ടറിലേക്കാണ്. കയ്യിൽ ഇരുന്ന പേഴ്സ്, ബാഗ്, വാച്ച്, മൊബൈല്, ബെൽറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അഴിച്ചു നമ്മളൊരു ട്രേയിൽ വെക്കുകയും അത് സ്കാനിങ്ങിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. ബോഡി സ്കാനിങ്ങിന് വേണ്ടി മറ്റൊരു സെക്ഷനിലേക്ക് ചെന്നു. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 സെക്ഷനിലാണ് സ്കാനിങ് നടക്കുന്നത്. ബോഡി സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം നേരെ ബോഡി ഗേറ്റിംഗിൽ പോയി. ബോഡി ഗേറ്റിംഗിൽ ചെന്നിരുന്നതിന് ശേഷം ഞങ്ങളുടെ സീറ്റ് നമ്പറായ 16, 17, 18, 19 എന്നീ നമ്പറുകൾ വിളിക്കുകയും ഒരു ബസ്സിൽ കയറി നേരെ ഫ്ലൈറ്റ് കിടക്കുന്നിടത്തേക്കാണ് പിന്നെ യാത്ര ചെയ്തത്. നേരെ ഫ്ലൈറ്റിന് ഉള്ളിലേക്കാണ് ഞങ്ങൾ കയറിയത്. മോനൊഴികെ ബാക്കി എല്ലാവരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയ ടെൻഷൻ മാറുന്നേയില്ല. ഞങ്ങൾക്ക് 3 പേർക്കും ടെൻഷൻ കൂടുതലായിരുന്നു. മോൻ ഇതിനു മുന്നേ കയറിയത് കാരണം അവന് വലിയ ടെൻഷനൊന്നുമില്ല. അവൻ വളരെ കൂളായിട്ട് ഇരിക്കുകയായിരുന്നു. മോൻ ഞങ്ങളെ സമാധാനിപ്പിക്കുകയായിരുന്നു. ഭയപ്പെടേണ്ട, ആദ്യമായ കൊണ്ട് നമുക്കിങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സ് തിരിപ്പിക്കുകയായിരുന്നു അവൻ. ഇവൻ എത്ര പറഞ്ഞ് തിരിപ്പിച്ചിട്ടും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ടെൻഷൻ മാറിയില്ല. ഈ സമയത്ത് അർച്ചനയ്ക്ക് ടെൻഷൻ കൂടിയുകൊണ്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അബി പറഞ്ഞു നേരെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചിൽ പിടിച്ച് നിൽക്കുമ്പോൾ ക്രൂ വരും, ക്രൂ വന്ന് ചോദിക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. വിവരമനുസരിച്ച് അവൾ സ്വിച്ചിൽ പിടിച്ച് നിൽക്കുകയും ക്രൂ ഓടി വന്ന് എന്താന്ന് ചോദിക്കുകയും ഡ്രിങ്കിങ് വാട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വാട്ടർ കൊണ്ട് കൊടുക്കുകയും കുടിക്കുകയും പുള്ളിക്കാരത്തിയുടെ ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം കുടിച്ചു. ആ ഷെയർ അമ്മയ്ക്കും കുറച്ച് വെള്ളം കൊടുക്കുകയും ചെയ്തു. 2 പേരുടെയും ടെൻഷൻ നല്ലതായിരുന്നു. ഇതിൽ കൂടുതൽ ടെൻഷനിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാം സഹിച്ചും പിടിച്ചും മനഃപൂർവ്വം അവരുടെ മുമ്പിൽ ഒന്നും കുഴപ്പവുമില്ല എന്ന് അഭിനയിക്കുകയായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് എടുക്കുന്ന സമയമായി ഫ്ലൈറ്റ് മുന്നോട്ട് മൂവ് ചെയ്തപ്പോൾ ടെൻഷൻ വർദ്ധിക്കുകയും ഫ്ലൈറ്റ് മേലോട്ട് പൊങ്ങുന്ന സമയത്ത് പുറകോട്ടൊന്ന് ചായുകയും കൂടെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ആകെ അങ്കലാപ്പായിപ്പോയി. അമ്മയും മോളും നല്ല ടെൻഷനിലായിരുന്നു. മുകളിലേക്ക് ചെന്ന ഫ്ലൈറ്റിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ. വലിയ വലിയ ഫ്ലാറ്റുകളും എല്ലാ കെട്ടിടങ്ങളും കടലുകളും മലകളും എല്ലാ തെങ്ങുകൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉയരം കൂടുന്തോറും എല്ലാം ചെറുതായി വരുന്നതായിട്ടും കാണാം. ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ചരിയുമ്പോൾ ഉള്ള ഒരു ഭയം ഭയങ്കരം തന്നെ. ഏകദേശം ഒരു 50 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. എല്ലാവരുടെയും ടെൻഷനും പേടിയും എല്ലാം മാറി. അപ്പോഴും ഞങ്ങൾ വന്ന വഴിയും കിടന്ന ഫ്ലൈറ്റുകളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരെ അവിടുന്ന് ഒരു കാർ പിടിച്ച് ഞങ്ങൾ തിരുവനന്തപുരം മൃഗശാലയിലേക്കാണ് ഞങ്ങൾ പോയത്.